ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണ് കഴുത്തങ്ക കൊണ്ടിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് പറാഠ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ രുചികരമാണ്, എളുപ്പവുമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഇത് കണ്ടിട്ട് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, എല്ലാവരെ കൊണ്ടും പറ്റും. ഒരു പ്രാവശ്യം പോലും പാചകം ചെയ്യാത്തവർ പോലും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത്. ഷുഗർ, പ്രഷർ ഒക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരെണ്ണമാണ് ഈ കഴുത്തങ്ക. ഏത് കറിയുടെ കൂടെയും നമുക്ക് ഈ ചപ്പാത്തി കഴിക്കാം. അതുപോലെ തന്നെ കറി ഒന്നുമില്ലാതെ വെറും ചൂട് ചായയോടുകൂടി കഴിക്കാൻ നല്ല രസമാണ്. കുട്ടികൾ പോലും കഴിക്കും. അവർക്ക് അറിയത്തേയില്ല ഇത് തയ്യാറാക്കി കൊടുത്താൽ ഇതിനുള്ളിൽ കഴുത്തങ്ക വച്ചിട്ടുണ്ടെന്നൊന്നും അവർക്ക് അറിയത്തില്ല. ആർക്കും ഇതിൻ്റെ ടേസ്റ്റ് പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് രുചികരമാണ് കേട്ടോ. ഇതിൽ നിന്ന് ഒരു പീസ് കഴുത്തങ്ക വേണം എടുക്കാനായിട്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണമോ അതനുസരിച്ച് നിങ്ങൾക്ക് കഴുത്തങ്ക എടുക്കാവുന്നതാണ്. കഴുത്തങ്ക കുറച്ച് കൂടിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ രുചിയിൽ വ്യത്യാസം വരും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കഴുത്തങ്ക എത്രത്തോളം കൂടുന്നു അത്രത്തോളം രുചിയും ഗുണവും കൂടും, അത്ര തന്നെ. ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് നീക്കിയെടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മൾ ഗ്രേറ്ററിൻ്റെ വളരെ ചെറുതായിട്ട് വീഴുന്ന സ്ഥലം വെച്ച് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അപ്പം ഇതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് നമുക്ക് നല്ലതുപോലെ എടുക്കാനായിട്ട് പറ്റും. കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്ത് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസെല്ലാം ഒന്ന് മാറ്റി അരിച്ച് വേണം മാറ്റിയെടുക്കാനായിട്ട്. കണ്ടോ, ഈ കഴുത്തങ്കയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തുമാത്രം ഉപകാരപ്പെട്ട ഒരു വെജിറ്റബിളാണ് ഈ കഴുത്തങ്ക എന്നുള്ളത്. എന്നിട്ട് 2 കപ്പ് മാവ് വേണം എടുക്കാനായിട്ടുള്ളത്. ഈ മിക്സ് ധാന്യങ്ങൾ പൊടിച്ച് വരുന്ന മാവുണ്ട്, ആ മാവ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ അങ്ങനെയുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് മാത്രമായാലും മതി. ഇതിലേക്ക് 1 സ്പൂൺ പൊടിച്ചിട്ടുള്ള കുരുമുളകും 1 സ്പൂൺ നെയ്യും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കഴുത്തങ്കയുടെ ജ്യൂസ് ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴച്ചതിന് ശേഷം നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഒരല്പം ജ്യൂസ് മാത്രമേ ഇപ്പോൾ ബാലൻസ് വന്നിട്ടുള്ളൂ. ഇത് അങ്ങനെ നമുക്ക് കുടിക്കാനും നല്ലതാണ് കേട്ടോ. നല്ല രുചിയാണ് ഇത് കുടിക്കാനായിട്ട്. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ കടലമാവ് ഞാൻ വീട്ടിൽ തന്നെ കടല വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിച്ച് വച്ചിട്ടുള്ള കടലമാവാണ്. ഈ കടലമാവിന് നല്ല രുചിയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും. ആ കടലമാവ് ഇല്ലാന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ അവൽ പൊടിച്ച് ഉണങ്ങി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, നാരങ്ങാ നീര് പിഴിഞ്ഞത് 1 മുറി നാരങ്ങാ നീര്, അജ്വായിൻ അയമോദകം കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഞെരടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ ഈ ഉണക്കി പൊടിച്ച മാങ്ങ ഉണ്ടല്ലോ, പച്ചമാങ്ങ ഉണക്കി പൊടിക്കുന്നത്, അത് വേണമെങ്കിലും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നാരങ്ങാ നീരിന് പകരം. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം വീഡിയോ നീണ്ടു പോകാതിരിക്കുന്നതിനാണ് ഞാനിപ്പോൾ ഈ ഉരുളകളാക്കിയ വീഡിയോ ഒക്കെ കാണിക്കാത്തത്. അതെല്ലാം കാണിച്ചു വരുമ്പോഴേക്ക് വീഡിയോയുടെ ലെങ്ത് കൂടും, അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ ഉള്ള സമയവും കൂടും. അതുകൊണ്ട് എത്രത്തോളം ഷോർട്ടാക്കാമോ അത്രത്തോളം ഷോർട്ടാക്കിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം ഒരല്പം മാവ് ഇതിൻ്റെ മുകളിൽ തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തും പോലെ പരത്തണം, അത്ര തന്നെ. കൈ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്തൊന്നും പരത്തേണ്ട ആവശ്യമില്ല. ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുത്താൽ മതി. നിങ്ങൾ നല്ല ശക്തി ഉപയോഗിച്ചൊന്നും ഈ മാവ് പരത്തണ്ട കേട്ടോ. എന്നിട്ട് ഉള്ളിലൊരൽപ്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. നെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്താലും മതി. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് സ്റ്റഫിങ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വയ്ക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം. എങ്ങനെ വെച്ചാലും ശരി, നല്ല ടേസ്റ്റും നല്ല രുചിയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞാൽ തീരത്തില്ല. നിങ്ങളൊന്ന് യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ മാത്രം മതി ചുരക്കായുടെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിൽ അറിയാനായിട്ട് പറ്റും. എന്നിട്ട് ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒരല്പം ഒന്ന് പരത്തിയെടുക്കണം. ഇത് ഇനി വളരെ ലൈറ്റായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. വളരെ ലൈറ്റായിട്ട് പരത്തിയെടുത്തതിന് ശേഷം തവ നല്ല ചൂട് വേണം. നല്ല ചൂടായതിന് ശേഷം പിന്നെ ലോയിലാക്കണം. ലോയിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ
ചട്ടുവമോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ 4 വശവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ലോ ടു മീഡിയമിലാണ് ഫ്ലെയിം ഇരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കണം. നെയ്യ് തന്നെ പുരട്ടി, കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ നെയ്യ് തന്നെ പുരട്ടി കൊടുക്കണം കേട്ടോ. നല്ല രുചിയാണ്. ഞാനിപ്പോൾ 3 പൊറോട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ രാവിലത്തെ സമയമാണ് കേട്ടോ. ഞാൻ ഈ രാവിലത്തെ 3:30 മണി തൊട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം രാത്രി ഇരുട്ട് ഉണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. കടലക്കറിയാണ് ഞാനിത് കഴിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. എന്തിൻ്റെ കൂടെയും കഴിക്കാം. കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾ ജാം വെച്ച് കൊടുത്താലും മതി, ബട്ടർ വെച്ച് കൊടുത്താലും മതി. ഏതിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല രുചിയാണ്. വെറുതെ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ. പിന്നെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.